ഇവിടെ ഇരുന്നാ നിങ്ങൾക്കൊക്കെ വേഗം മടുക്കും. കൂടെ തന്നെ കൊണ്ടുപോകാനാ അമ്മയെ മറ്റേലും TV വന്നിരിക്കണല്ലേ? പോകാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷേ പോകാതെ വയ്യല്ലോ അപ്പേട്ട. ഇഷ്ടമില്ലെങ്കിൽ പോകരുത്. വരാൻ മനസ്സില്ലെന്ന് പറയണം. ഒരു കാര്യം പറയണമെന്ന് കുറച്ച് ദിവസമായി വിചാരിക്കുന്നു. ഞാൻ പഠിച്ചിട്ടില്ല, ഒരു പട്ടണം കണ്ടിട്ടില്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവൂല. അതുകൊണ്ട് മോശക്കാരനാണ് അപ്പേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. മീര എവിടേക്കും പോണ്ട. ഒരു കുടുംബം പുലർത്താനൊക്കെ എന്റെ അധ്വാനം ധാരാളം മതി. തറവാട്ട് സ്വത്തിന്റെ ഓഹരിയും കണക്കും ഞാൻ നോക്കണില്ല. ഞാനുണ്ട്, എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിച്ചോളൂ. വിഡ്ഢിത്തമാണ് ഞാൻ വിചാരിച്ചതെന്നറിയാം. പക്ഷെ പറഞ്ഞത് തെറ്റിയെങ്കിൽ മാപ്പ്. അതിന് കരയാണോ? എന്നെ രക്ഷിക്കാൻ ആദ്യമായി പറഞ്ഞത് അപ്പേട്ടനാണ്. അതിൽ സന്തോഷമുണ്ട്, എന്നും ഞാൻ ഓർമ്മിക്കും. എന്തോ നമ്മളൊക്കെ ഓരോ തരത്തിൽ തടവിക്കിടക്കുന്നവരാണ് അല്ലേ? ഇവിടെ പാരമ്പര്യം, തറവാടുത്തം, അവിടെ മീര മറ്റെന്തിന്റെയൊക്കെ ഓടിക്കൊണ്ടേയിരിക്കണം. ഒരു തടവിൽ നിന്ന് വേറൊരു തടവിലേക്ക് വീഴുന്നത് വരെ. വേറെന്ത് ചെയ്യാനാ? വലത്തെ കൈനീട്ട്. ആശക്കുട്ടി ആ പൊതിങ്ങട്. ആശക്കുട്ടിയെ ആഭരണപ്പെട്ടി എടുക്ക. അച്ചമ്മയുടെ പണ്ടങ്ങള് നിന്റെ കരുത്തിലിട്ടൊന്ന് കാണാലോ. കഴുത്തില് കിടക്കട്ടെ. അച്ചമ്മയുടെ ഓർമ്മയ്ക്കാ. നിന്നെ കാണാനുള്ള യോഗ അവക്കൊട്ടായില്ല. ഇതിരിക്കട്ടെ നിനക്ക്. ബ്ലൗസും പാവാടയും.
ഇവിടെ എത്തിയോ? അന്വേഷിച്ചപ്പോ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. പരിഭ്രമിച്ചു ആസാരം. അച്ഛമ്മയോട് നന്ദി പറയണമല്ലോ എന്ന് തോന്നി. താഴെയുള്ളവർക്കൊക്കെ വിഷിക്കേട്ടം കൊടുക്കണമെന്നാണ് നിയമം. ആനവാല് കെട്ടിച്ച മുതലാണ്. രാപ്പനെയും പേടിയില്ലാതിരിക്കാൻ ചെറുപ്പത്തില് അമ്മ എനിക്ക് ഉണ്ടാക്കിയതാണ്. അപ്പേട്ട എന്താ ഇത്? ഉം. ഞങ്ങളുടെ ആചാരപ്രകാരം ഇങ്ങനൊരു മോതിരം വാങ്ങിയാൽ കല്യാണം പറഞ്ഞു വെച്ചതുപോലെയാണ്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം മുറച്ചെറുക്കന്റെ അവകാശം ഉണ്ടല്ലോ എനിക്ക്. എന്റെ അനുഭവം കണ്ടില്ലേ? വീണ്ടും ഒരു അപകടം ഉണ്ടാക്കി വെക്കണം അപ്പേട്ട. കുട്ടികളെ നമ്മൾ ശപിക്കില്ലേ? അപ്പോ എവിടെയോള്? എടി, നിന്റെ ലോകക്കാരുടെ ആട്ടും ചേച്ചൻ കേൾക്കണോ ഇവിടുത്തെ ആണുങ്ങള്? ഒരു വിശേഷ ദിവസമായിട്ട്. Where's the bloody bitch? Call her. Please come. Sit down, Mr. Bello. I don't care for your bloody hospitality. Where is she? Please listen to me. Don't shout here. Don't play with me. Bessie, come here. Miranda, come with us. We are waiting for you. ബഹളം ഉണ്ടാക്കാതെ വിളിച്ചോണ്ട് പോവും മമ്മി. ഞാൻ പിന്നെ വരാം പ്ലീസ്. ഒരിക്കൽ നിന്റെ പപ്പായ അടുത്തിറക്കിയ സ്ഥലമല്ലേ ഇത്? ഇവിടെ നിനക്കെന്ത് കാര്യം? Bloody aristocrats, stupid old beggar. നീ വരുന്നുണ്ടോ? വരാം മമ്മി, നടക്കും. ഞാൻ വരാം. ഐ പ്രോമിസ്. Are you coming or not? യെസ്. Come on. മതിയായി. കൊല്ലം പിറക്കുന്ന ദിവസമായിട്ട് അച്ഛനും കൈനീട്ടം കിട്ടി. നീ കാരണം. തള്ളയുടെ കൂടെ ഇറങ്ങാതെ പിന്നെ ഇവിടെ നിൽക്കുകയാണോ? സങ്കടപ്പെട്ട് പോവല്ലേന്ന് പറഞ്ഞ് ഒരാൾ ഇവിടെ കെഞ്ചില്ല. മതിയായി ഞങ്ങക്ക്. പോകാം. എപ്പോ? സൗകര്യം പോലെ അച്ഛനോട് യാത്ര പറയണം. പിന്നെ അപ്പേട്ടനോട്. അപ്പേട്ടനെ തീരെഴുതി എടുത്ത പോലെ. സംബന്ധം കഴിച്ച് അപ്പൂടെ പ്രതിഷ്ഠിക്കുമെന്നൊരു വിചാരം നിനക്കുണ്ടോ? ഓ, ചെയ്തോട്ടെ. എന്നിട്ട് പണിക്ക് പുറത്ത് വേറെ എവിടെയെങ്കിലും പോവാം. തെണ്ടാം. തെണ്ടിത്തിരിഞ്ഞ് വഴിയാധാരമാകുമെന്ന് ആലോചിക്കുന്നില്ല. മാധവേട്ടന്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതാ. ഭദ്രകാളിയെന്ന് നേരിട്ട് കാണുകയും ചെയ്തല്ലോ. മാധവൻകുട്ടിക്ക് പഠിപ്പുണ്ടായിരുന്നു, ഉദ്യോഗം ഉണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ അതിർത്തി കിടന്ന് ആയുസിനിടയ്ക്ക് പോവാത്ത അപ്പൂനെ നീ കഷ്ടത്തിലാക്കരുത്. ഞങ്ങളുടെ അപേക്ഷയാണ്. ഇവളെ കൊണ്ട് ആകാവുന്നതെല്ലാം ചെയ്തു തരുന്നുണ്ട്. എന്റെ മുഖത്ത് നോക്കാൻ പേടിച്ചിരുന്ന വാസന്തിയെ പറഞ്ഞ് എല്ലാ ധിക്കാരങ്ങളും പഠിപ്പിച്ചു. അത് മനസ്സിലായില്ലേ? ഇനി അപ്പൂനെ ഇളക്കാനുള്ള പുറപ്പാടാണ്. ഞാൻ അപ്പേട്ടനെ ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഞാൻ ധർമാശുപത്രിയില് വെള്ളം കുടിക്കാതെ ചത്തു മാധവൻകുട്ടി. നിന്റെ പപ്പ ഇവളുടെ ആംഗ്ല. ആ ഗതി ഇനി ഇവിടുത്തെ ഒരാളിന് വരുത്തണമെന്ന് മോഹമുണ്ടോ നിനക്ക്? അവൻ വല്ല വെട്ടിച്ചങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും. പാവം ചെറിയ കുട്ടിയുടെ മനസ്സാവന്. അവനെ നശിപ്പിക്കല്ലേ. എന്റെ മൂത്ത മോനെ പോലെ വളർത്തിയതാവനെ. അരുനിക്കാൻ പിന്നെ നിന്റെ തന്ത. കേൾക്കട്ടെടി, ഇവിടെ എന്റെ ശബ്ദം കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരെയും പേടിച്ചു നടക്കണല്ലോ ഞാൻ. കുട്ടികളെ വിളിക്ക്. എന്തിനാ കുട്ടികള്? കൊട്ടാരവും പ്രതാപങ്ങളും ഒന്നും ഇല്ലെങ്കിലും എനിക്കൊരു സ്ഥലമുണ്ട്. ഞാൻ അവിടേക്ക് പോവാണ്. നീയും കുട്ടികളും വരുന്നുണ്ടോ? ഞാനും എന്റെ മക്കളും വിലയേറ്റവരായി ഇവിടെ നിൽക്കണോ, അതോ പേരക്കുട്ടി മാത്രം കൂടെ മതിയോ എന്ന് നിന്റെ തന്ത ഇന്ന് തീരുമാനിക്കണം. ഇപ്പോ അരുത്, അച്ഛനെ വിഷമിപ്പിക്കരുത്. ഞാൻ പൊയ്ക്കോളാം. നിങ്ങളാരും അല്ലല്ലോ പുറത്തു പോകേണ്ടത്. ഞാൻ പോകാം. രാവിലെ വരെ സമയം തന്നൂടെ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ. ഇനി പോയി കിടക്കും.
വിഷു ന്യൂ ഇയർ അല്ലേ? ഇന്ന് ചെയ്ത പ്രോമിസ് തെറ്റിക്കില്ലല്ലോ അനിൽ? തെറ്റില്ല. തെറ്റിയാ നീ അറിയിക്കണം. ഇറ്റ്സ് എ പ്രോമിസ്. നോ മോർ ഗ്രാസ്. നാളെ എപ്പോഴാ പോണ്ടത്? സമയം നിശ്ചയിച്ചിട്ടില്ല. എല്ലാ വിവരത്തിനും ഞാൻ എഴുതാം ഇടയ്ക്ക്. ഫ്രണ്ടിനോട് അന്വേഷണം പ്രത്യേകിച്ച് പറയണം. അപ്പോഴേതായാലും വരണം. മറ്റാരും കൂടിയിട്ടില്ലെങ്കിലും എനിക്കൊന്നുമില്ല. നിരാണ്ട വരണം. സ്റ്റേഷൻ വരെ ഞാനും വരുന്നുണ്ട് കാലത്ത്. അവിടെ പോയാൽ പറയൂ, എന്തോ വിഷമമുണ്ട് അല്ലേ? ഏയ്, ഒന്നുമില്ല. എനിക്കിതൊന്നും അത്ര പിടിക്കണില്ല. അയാളുടെ വരവും സംസാരവും. എന്തെങ്കിലും വിഷമമുണ്ടോ? ഞാൻ കൂടെ വരാം. കാവൽക്കാരനായോ തുണക്കാരനായോ എങ്ങനെ വേണേലും വരാം. പറഞ്ഞോളൂ. നീരയ്ക്കൊരു വിഷമവും ഉണ്ടാവരുത് എവിടെ ആയാലും. ഇല്ല, ഒരു വിഷമവും വരില്ല, ഉറപ്പ്. അത് മതി. അതറിഞ്ഞാൽ സമാധാനമാണ് എനിക്ക്. പോയാലും പിന്നെ വരില്ലേ? വരണം. ഞങ്ങളൊക്കെ കാത്തിരിക്കും. കിടന്നില്ലേ കുട്ടി? ഉറക്കം വരുന്നില്ല. ഞാൻ കുറച്ചേരം ഇവിടെ ഇരിക്കട്ടെ അച്ചച്ച. പോവാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് മനസ്സിലൊരാധി. ഇടയ്ക്ക് വരില്ലേ? വരും. ഞാനിവിടെ കുറച്ച് കിടക്കട്ടെ. അച്ഛൻ ഉറങ്ങിക്കോളൂ. എന്റെ കാലം കഴിയണവരെ ഇടയ്ക്കൊക്കെ വരണം. വരും.
ചിച്ചാ, ഞാൻ എങ്ങോട്ടും പോവില്ല. പോവില്ല. പാവം. പാവം അങ്ങനെ കിടന്നുറങ്ങിപ്പോയി. കുട്ടി, നീരക്കുട്ടി, വല്ലാത്തൊരുറക്കം. മോളിൽ പോയി കിടക്കുമോളെ. മോളെ, ഇത് കാണേണ്ടി വന്നല്ലോ.